KPCC അധ്യക്ഷനായിട്ട് ഒരു വർഷം തികയാണല്ലേ? എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരു വർഷം? കഴിഞ്ഞ ഒരു വർഷം വലിയ കുഴപ്പമില്ല. 3 ഇലക്ഷനുകൾ വന്നു. നിലമ്പൂർ ഇലക്ഷനോടുകൂടിയാണ് തുടക്കം. അതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ആദ്യം ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. എല്ലാം പരിഹരിച്ച് നല്ല നിലയിൽ പോയി ജയിക്കാൻ സാധിച്ചു. LDFൻ്റെ ഒരു സീറ്റ് അസംബ്ലിയിൽ തിരികെ പിടിച്ചു. എല്ലാവരുടെയും സഹകരണം, UDFൻ്റെ, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇലക്ഷൻ ജയിച്ചു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളായിരുന്നല്ലോ. അതിൽ വാർഡ് വിഭജനത്തിലെ വലിയ അശാസ്ത്രീയത, വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഇതെല്ലാം നിലനിൽക്കെ കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികളെ ശക്തിപ്പെടുത്തി അവരുടെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തി. അതിനാവശ്യമായ ലഘുലേഖകൾ അടിച്ചു കൊടുത്തു, കൂപ്പൺ അടിച്ചു കൊടുത്തു, വാർഡ് തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഫണ്ട് സമാഹരിച്ചു, വാർഡ് കമ്മിറ്റികൾക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള പൂർണ്ണ അധികാരം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലായ ഇലക്ഷൻ നന്നായിട്ട് ജയിച്ച് വരാൻ സാധിച്ചു. അതിന് മുൻപായിട്ട് തന്നെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം, ആശാവർക്കർമാരുടെ സമരം, ഇതിലെല്ലാം സർക്കാർ നിലപാടുകൾക്കെതിരെ സമര സംഗമങ്ങൾ നടത്തി. എല്ലാ ജില്ലകളിലും കഴിയുന്നത്ര യാത്ര ചെയ്തു. KPCCയുടെ ടീം വർക്ക് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു. UDFൻ്റെ എല്ലാ നേതാക്കന്മാരുമായിട്ട് നന്നായിട്ട് സഹകരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരാക്ഷേപമില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി നന്നായിട്ട് ജയിച്ചു വരാൻ സാധിച്ചു. അതിനിടയിലുണ്ടായ ശബരിമലയിലെ പ്രശ്നങ്ങൾ, സ്വർണ്ണക്കൊള്ള, അതിനെതിരായിട്ട് ശബരിമലയിൽ അയ്യപ്പ സംഗമം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചു. അതിനുശേഷം 4 ജാഥകൾ ശബരിമല പന്തളത്തേക്ക് നടത്തി. അത് വലിയ വിജയമായിരുന്നു. UDF ആ ജാഥയുടെ സമാപനത്തിൽ UDF പരിപാടിയായിട്ട് മാറ്റി. അതിൻ്റെ പ്രചരണ പരിപാടികൾ, സെക്രട്ടേറിയറ്റിൽ നിരവധിയായ സമരങ്ങൾ നടന്നു. തൊഴിലുറപ്പ് നിയമം ഭേദഗതിയിലൂടെ തൊഴിലുറപ്പിനെ അവസാനിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തി. രണ്ടാമത് വോട്ടർ പട്ടിക വന്നപ്പോൾ SIRൽ പോരായ്മകളും അപാകതകളും ചൂണ്ടിക്കാട്ടി അതിൻ്റെ നിയമ പോരാട്ടങ്ങളിൽ സുപ്രീം കോടതി വരെ പോയി. ബൂത്ത് കമ്മിറ്റികൾ വീണ്ടും വന്നു. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് കമ്മിറ്റികളായിരുന്നെങ്കിൽ അസംബ്ലിക്ക് വേണ്ടി ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചു. ആ ബൂത്ത് കമ്മിറ്റികൾക്കും എല്ലാ നിർദ്ദേശങ്ങളും നൽകി. AICC എല്ലാ തലത്തിലും ഞങ്ങളെ സഹായിച്ചു. എല്ലാ നേതാക്കന്മാരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നന്നായിട്ട് മുന്നേറി. സീറ്റ് വിഭജനം കൃത്യമായിട്ട് നടത്തി, സ്ഥാനാർത്ഥി നിർണ്ണയം ഭംഗിയായിട്ട് നടത്തി, ഒരു അനൈക്യവുമില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ആ 102 സീറ്റ് കിട്ടിയ ശേഷം ഈ ഫ്ലെക്സ് യുദ്ധങ്ങളും പോസ്റ്റർ യുദ്ധങ്ങളും എല്ലാം നടക്കുന്നതിൽ ഒരു വേദനയും പ്രയാസവും ഉണ്ടാക്കുന്നുണ്ട്. അതും പരിഹരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കുകയാണ്. ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഒന്നിലേറെ പേരുകൾ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരാം. എന്നാൽ ഒറ്റ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തും. ഈ 2 ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ ഉള്ളപ്പോൾ തന്നെ പലയിടങ്ങളിലും താങ്കളുടെ ജില്ലയിലടക്കം, KPCC അധ്യക്ഷൻ്റെ ജില്ലയിലടക്കം പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. പരസ്യ പ്രസ്താവനയൊക്കെ വിലക്കിയതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള അതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അതിൽ മുതിർന്ന നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, പ്രത്യേകമായിട്ട് പരിശോധിക്കും. ഒരിക്കലും ഇതല്ല അതിൻ്റെ ഒരു സംഘടനാപരമായ ശൈലി. AICC വന്ന് കാര്യങ്ങൾ പഠിച്ചു, കേട്ടു. അവർ ഡൽഹിയിലേക്ക് ആവശ്യമെങ്കിൽ നേതാക്കന്മാരെ വിളിപ്പിക്കും. ആ തീരുമാനത്തിന് കാത്തിരിക്കുന്നതിന് പകരം തെരുവിലേക്ക് ഇറങ്ങേണ്ട യാതൊരു ആവശ്യവും കോൺഗ്രസ് പ്രവർത്തകർക്കില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഒരു ചിത്രം വന്നിട്ടുണ്ട്. അതായത് മുകുൾ വാസനിക്കിൻ്റെ കയ്യിലിരുന്ന ലിസ്റ്റിലെ ചിത്രം എന്നാണ് പറഞ്ഞത്. ഇന്നലെ MLA-മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ. ആ ചിത്രത്തിൽ താങ്കളുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ആ പുറത്തു വന്ന ചിത്രം. ആ ചിത്രത്തിൽ ഓരോ ആളുകളും ആരെയാണ് പിന്തുണച്ചിരിക്കുന്നത്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ്റെ പേരിന് നേരെ KC+RC എന്നെഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ പേരിന് നേരെ KC എന്നെഴുതിയിരിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇല്ലില്ല, ഞാനിപ്പോൾ ഇത് പത്രങ്ങളിൽ വന്ന വാർത്ത ഞാനൊന്നൊരു പേരിലേക്കല്ല, ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് വിട്ടു എന്നാണ് ഇന്ന് പത്രങ്ങളിൽ വന്ന. ഇതങ്ങനെ ആയിരിക്കില്ല. ഇതാരെങ്കിലും തെറ്റായിട്ടുണ്ടാക്കിയതാണ്. അത് മുകുൾ വാസനിക്കിനോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ, അത് പേപ്പറിൽ കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോടെ ചോദിക്കേണ്ടത്. ഞാനത് ശരിയാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. നേരത്തെ കണ്ടിരുന്നു? ഇല്ല, അത് ചില മാധ്യമ സുഹൃത്തുക്കളെ ഇങ്ങനെ പറഞ്ഞു. ഇത് എന്നത്തേക്കൊരു തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നലെയാണ് രാത്രിയിലാണ് അവർ പോയത്. ഇന്ന് ഡൽഹിയിലെത്തി മുതിർന്ന നേതാക്കന്മാർ രാഹുൽജി, ഖാർഗെജി അവരുമായിട്ട് സംസാരിച്ചിട്ട് ആവശ്യമെങ്കിൽ ഞങ്ങളെ വിളിപ്പിച്ച് ഞങ്ങളെയും കൂടി ഒന്ന് സമന്വയത്തിലെത്തിക്കാൻ പരിശ്രമിച്ചിട്ട് തീരുമാനം അനൗൺസ് ചെയ്യും. ഡൽഹിക്കുണ്ടോ? പോകേണ്ടത് ആവശ്യം വന്നാൽ പോകും. ഇതുവരെ വിളിപ്പിച്ചില്ല. ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇന്നലെ ദീപാജി പറഞ്ഞിരുന്നു, പക്ഷെ ഡൽഹിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. മനസ്സിൽ ഏതെങ്കിലും ഒറ്റ പേര് എന്നുള്ളതുണ്ടോ? ഇല്ലില്ല, ഞാൻ ഏത് പേര് ഹൈക്കമാൻഡ് പറഞ്ഞാൽ ആ പേര് അംഗീകരിക്കും. ഏത് പേര് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അത് അംഗീകരിക്കും. എല്ലാ നേതാക്കന്മാരും വളരെ വേണ്ടപ്പെട്ടവരാണ്. അല്ലാതെ ഒറ്റ പേര് ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല? ഇല്ലില്ല.
ഇതാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. KPC അധ്യക്ഷനായ ശേഷം 1 വർഷം പിന്നിടുകയാണ്. നല്ല ട്രാക്ക് റെക്കോർഡാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, അതോടൊപ്പം തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വിജയം, ആ വിജയങ്ങളുടെ കാര്യമെല്ലാം എണ്ണി പറയുകയാണ് സണ്ണി ജോസഫ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ പത്രത്തിൽ വന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്ന ആ ചിത്രത്തിന്റെ കാര്യത്തിലെ ഒരു വിശദീകരണം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. താൻ അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടില്ല. അത് മുഗൾ വാസനിക്കിനോട് അത്തരം കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത്. ഈ ചിത്രത്തിൽ സണ്ണി ജോസഫ് എന്ന രീതിയിൽ നേരെ KC എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ചിത്രം നമ്മൾ സണ്ണി ജോസഫിനെ കാണിച്ചിരുന്നു. അപ്പോൾ അത് പറഞ്ഞത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഒറ്റപ്പേരായി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് തൻ്റെ നിലപാട്. ഹൈക്കമാൻഡ് ആരുടെ പേര് പറഞ്ഞാലും അത് അംഗീകരിക്കും എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് ഇപ്പോൾ സണ്ണി ജോസഫ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി KPCC അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ അത് ശരിയല്ല. ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ ഉള്ളപ്പോൾ തന്നെ അത്തരത്തിലൊരു പ്രതിഷേധം നടന്നത് ശരിയായില്ല എന്നൊരു കാര്യം കൂടി സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. ശരി അമൽ.